നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതാണ് അവന്തിക മേഡത്തോട് അവർക്ക് ഇത്ര ദേഷ്യം. തന്നോടൊപ്പോൾ നല്ലൊരു ജീവിതം, തന്നെ മതിയാവോളം സ്നേഹിക്കാൻ ഒരവസരം കൂടി തന്നൂടെ എനിക്ക്. ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിച്ച് ചതിച്ചിട്ടില്ല, അതിനെനിക്കാവുകയില്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്നോടൊപ്പോൾ ഒരു ജീവിതം. അതിനർച്ചന സമ്മതിക്കില്ല. നീ എന്നെ തല്ലിയപ്പോണ്ടായ വേദനയേക്കാൾ എനിക്ക് വേദനിച്ചത് അർച്ചന പറഞ്ഞതൊക്കെ നീ വിശ്വസിച്ചു എന്നറിഞ്ഞപ്പോഴാ. എന്റെ ജീവിതത്തിൽ സ്നേഹം എന്താണെന്നും ഒരാൾക്ക് മറ്റൊരാളെ ഇത്രയധികം സ്നേഹിക്കാൻ പറ്റുമെന്നും പഠിപ്പിച്ച ആളാ നീ. എങ്കിലും ഞാൻ നിന്നെ ചതിച്ചൊന്നും നീ വിശ്വസിച്ചല്ലോ മോളെ. അനാഥനായിരുന്നു എനിക്ക് എല്ലാമായിരുന്നു നീ, അല്ലെങ്കിൽ ഞാനങ്ങനെ വിശ്വസിച്ചു. കുറച്ചു നാളെ ഉണ്ടായിരുന്നല്ലോ, എങ്കിലും ഞാൻ നിന്നെ കുറെ സ്നേഹിച്ചിരുന്നു മോളെ. പക്ഷെ നിനക്കെന്നോട് അത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ഈ വിവാഹം മുടക്കാൻ ഏതറ്റം വരെ നിന്റെ ഏടത്തി പോകുമെന്ന് അറിയാമായിരുന്നിട്ടും അങ്ങനൊരു അവസ്ഥയിൽ നീ എന്നെ തള്ളി പറഞ്ഞു, അവഗണിച്ചു. സത്യം എന്താണെന്നറിയാൻ നീ ശ്രമിച്ചില്ല. നീ മറ്റെന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിച്ചില്ല എന്ന് മാത്രം പറയരുത്. ഇപ്പോൾ എന്റെ ഓരോ ദിവസവും എങ്ങനെയാണെന്ന് നിനക്കറിയില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ. ആ ആള് കാരണം എനിക്കിപ്പോ മദ്യപിക്കാതെ ഉറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ അതിനപ്പുറം മറ്റെന്ത് പറയണം ഞാൻ? ഇനി അങ്ങോട്ടുള്ള എന്റെ ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോ ഒരു ആത്മഹത്യ, അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് എന്റെ ജീവിതം എന്റെ മുറിയിൽ തന്നെ ഒതുങ്ങും. അതുമല്ലെങ്കിൽ ഭ്രാന്താശുപത്രിയിലെ മുറിയിൽ. എനിക്കറിയാം എന്റെ ജീവിതം പോകുന്നത് അങ്ങോട്ടേക്കാണെന്ന്. ഞാൻ പറഞ്ഞതിൽ നിന്ന് ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്നും കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും നിനക്ക് മനസ്സിലാവും. ഞാനായിട്ട് കണ്ടുപിടിച്ച ആളായതുകൊണ്ട് ആരോടും ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ എന്റെ ജീവിതം ഞാൻ തന്നെ അഴിച്ചു വിട്ടേക്കുക. സ്വപ്നം കണ്ട അത്രയും തന്നെ നിരാശ ബാധിച്ചിരിക്കുക മനസ്സിന്. സ്നേഹം, എന്നോട് ക്ഷമിക്കും. സ്നേഹിച്ച ആളിൽ തന്നെ അങ്ങനെ ഒരു പ്രതികരണം കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു പോയതാ. ഞാൻ തന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? തനിക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമാണോ? മറ്റൊന്നിനും നമ്മൾ കുറ്റം കണ്ടുപിടിക്കണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്നേഹിച്ചത് നമ്മളാ. പരസ്പരം അറിയാവുന്നത് നമ്മൾക്കാ. ആരെന്ത് കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കിയാലും അതൊന്നും നമ്മുടെ ഇഷ്ടത്തെ ബാധിക്കില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. മറ്റാരെയും എനിക്കൊന്നും ബോധിപ്പിക്കാനില്ല. പക്ഷെ താൻ എല്ലാ സത്യങ്ങളും അറിയണമെന്നുണ്ടായിരുന്നു എനിക്ക്. അർച്ചനയുടെ വിജയത്തിന് വേണ്ടി സച്ചിയെ മറച്ചു നിർത്തിയിട്ട് അന്ന് അങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്തപ്പോ എനിക്ക് തന്നെയും തനിക്ക് എന്നെയാണ് നഷ്ടമായത്. മറ്റുള്ളവർക്കൊന്നും നഷ്ടമായിട്ടില്ല. അപ്രതീക്ഷിത വിജയത്തിൽ അർച്ചന സന്തോഷിക്കുമ്പോഴും എന്നെയോ തന്നെയോ നമ്മുടെ ഇഷ്ടത്തെയോ ആരും മനസ്സിലാക്കിയില്ല. എത്ര ദുഷ്ടനാണെങ്കിലും ഞാനൊരു മനുഷ്യനാണെന്നും എനിക്കൊരു ഹൃദയമുണ്ടെന്നും താനെങ്കിലും മനസ്സിലാക്കണം. എന്നെ സ്നേഹിക്കറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ല.
അന്ന് ഞാൻ ആ അടിയെല്ലാം കൊണ്ടത് തനിക്ക് വേണ്ടിയാ. ഇന്ന് ഈ ശിക്ഷ അനുഭവിക്കുന്നതും നമ്മുടെ സ്നേഹത്തിന് വേണ്ടിയാ. ഒരു പക്ഷെ തന്നെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ, വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അർച്ചനയ്ക്ക് നിന്നോട് അസൂയാണ് സ്നേഹ. തനിക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നത് അവർക്കെന്തോ ഭ്രാന്ത് പോലെയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. തന്റെ ഇഷ്ടങ്ങൾക്കൊക്കെ എല്ലാ കാലവും അർച്ചന എതിര് നിൽക്കും. അവരും അവരുടെ അനിയത്തിയും അല്ലാതെ മറ്റാരും ആ വീട്ടിലേക്ക് വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതാണ് അവന്തിക മേടത്തോട് അവർക്ക് ഇത്ര ദേഷ്യം. തന്നോടൊപ്പോൾ നല്ലൊരു ജീവിതം, തന്നെ മതിയാവോളം സ്നേഹിക്കാൻ ഒരവസരം കൂടി തന്നൂടെ എനിക്ക്. തന്നെ സ്നേഹിച്ച ആ പഴയ ധനുഷ് തന്നെയാ തന്റെ മുന്നിൽ നിൽക്കുന്നത്. ആരെന്ത് കള്ളക്കഥകൾ പറഞ്ഞു പരത്തിയാലും അതൊന്നും നമ്മുടെ സ്നേഹത്തെ ബാധിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഏത് വിധേനെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നോട് ക്ഷമ ചോദിക്കുക. അങ്ങനെ ഒരു തരത്തിലും തന്നെ ചതിച്ചിട്ടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ മാപ്പെന്ന് പറയാത്തത്. നമുക്കിടയിൽ ഈ ഒരു തടസ്സം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണമെന്നുണ്ട്. മരണത്തിനും ഭ്രാന്താശുപത്രിയുടെ സെല്ലിലൊന്നും ഞാൻ തന്നെ വിട്ടുകൊടുക്കില്ല. എനിക്ക് വേണം തന്നെ എന്നെ പെണ്ണായിട്ട്. എന്നെ മനസ്സിലാക്കുന്ന കരുതിയ തന്നെ വിളിച്ചു വരുത്തി ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഞാൻ മറ്റൊന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ നിരപരാധിത്വം എവിടെയും തെളിയിക്കാൻ നിൽക്കില്ല. അർച്ചന ആരോപിച്ചതൊക്കെ ഞാൻ കോടതിയിൽ സമ്മതിക്കും. ചെയ്യാത്ത തെറ്റാണെങ്കിൽ പോലും അതിന് ഞാൻ ജീവപര്യന്തം ശിക്ഷ വാങ്ങും. സ്നേഹമില്ലാത്ത പുറം ലോകം ധനുഷിന് ശൂന്യമാണ്. തന്നെ സ്നേഹിച്ചു പോയതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടുന്ന ആ 12 വർഷത്തെ ശിക്ഷ തന്നോടൊപ്പമുള്ള നല്ല ഓർമ്മകൾ കൊണ്ട് ഞാൻ ജീവിച്ചോളാം. അത് മതി എനിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.